മൂന്നാമത്തെ അഡ്വാൻറ്റേജ് അഥവാ യൂസ് ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. അതായത് നമ്മൾക്ക് ചില ഹ്യൂമൻ ഡിസീസുകളെ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഡിസിൻസ് വേണം. സോ സം മെഡിസിൻസ് ആർ റിക്വയർഡ് ടു ട്രീറ്റ് സർട്ടൺ ഹ്യൂമൻ ഡിസീസ്. നമുക്കറിയാം. സോ ഈ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസിൻ്റെ ആവശ്യമുണ്ട്. സോ ഈ മെഡിസിൻസിൽ ഒരുപാട് ചില മെഡിസിൻസിലൊക്കെ എന്താ ബയോളജിക്കൽ പ്രോഡക്റ്റുകളുണ്ട്. സോ ദീസ് മെഡിസിൻസ് ക്യാൻ കണ്ടെയ്ൻ ബയോളജിക്കൽ പ്രോഡക്റ്റ്. പക്ഷേ ഈ പ്രോഡക്റ്റുകൾ ഓരോ വട്ടവും ഈ ബയോളജിക്കൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഹൈലി എക്സ്പെൻസീവാണ്. ടു മച്ച് എക്സ്പെൻസീവാണ് ഈ ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓഫൺ ഹൈലി എക്സ്പെൻസീവാണ്. സോ ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? നമ്മൾ പറയുന്ന ആ ഒരു പോർഷൻ ഓഫ് DNA അല്ലെങ്കിൽ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഓർഗാനിസത്തിനെ കൊണ്ട് നമുക്ക് ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാം. സോ ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നു. സോ ക്രിയേറ്റഡ് ബൈ ബയോളജിക്കൽ പ്രോഡക്ട്സ് എങ്ങനെയാണ് ഇതുണ്ടാക്കണേ? ക്രിയേറ്റഡ് ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് പോർഷൻ ഓഫ് DNA ഓർ ജീൻസ്. DNA ഒരു പോർഷൻ അല്ലെങ്കിൽ ജീൻസ് വിച്ച് കോഡ്സ് ഫോർ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പെർട്ടിക്കുലർ ബയോളജിക്കൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിനുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? DNA അല്ലെങ്കിൽ ആ DNA ഒരു പോർഷനെയോ ജീനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ പറയുന്ന ഈ ട്രാൻസ്ജനിക് ആനിമൽസ്. സോ ട്രാൻസ്ജനിക് ആനിമൽസിൽ നമ്മൾ പോർഷൻ ഓഫ് DNA ഓർ ജീൻസ് എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആ ട്രാൻസ്ജനിക് ആനിമൽ നമ്മൾ വിചാരിക്കുന്ന ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്? ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ പ്രോട്ടീൻ. സോ ഹ്യൂമൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. സോ നമ്മൾ കൊടുക്കുന്ന പോർഷൻ ഓഫ് DNA ഓർ ജീൻസ് ഈ ട്രാൻസ്ജനിക് ആനിമൽസിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ജനിക് ആനിമൽസ് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹ്യൂമൻ പ്രോട്ടീൻ. ഇതുപോലെ ബയോളജിക്കൽ പ്രോഡക്റ്റുകൾ നമുക്ക് ആവശ്യമുള്ള ബയോളജിക്കൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ട്രാൻസ്ജനിക് ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ പ്രോട്ടീൻ എക്സാമ്പിൾ ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറഞ്ഞത് എംഫൈസിമ എന്ന് പറഞ്ഞ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഹ്യൂമൻ പ്രോട്ടീൻ. ഏത്? ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ. സോ എംഫൈസിമ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലങ്സ് ഡിസീസാണ്. ലങ്സ് ആൽവിയോള സെൽസ് ഡാമേജ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് എംഫൈസിമ. സോ ഈ എംഫൈസിമ എന്ന് പറഞ്ഞ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഹ്യൂമൻ പ്രോട്ടീൻ ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഉപയോഗിക്കുന്നത്. സോ ഈ ഹ്യൂമൻ പ്രോട്ടീൻ അഥവാ ആൽഫ-1 ആൻറ്റിട്രിപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പോർഷൻ ഓഫ് DNA ഓർ ജീൻ ഈ പറഞ്ഞ ട്രാൻസ്ജനിക് ആനിമൽസിൽ ഇൻട്രൊഡ്യൂസ്. ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന ആനിമലിൽ നമ്മൾ ഈ പറഞ്ഞ പോർഷൻ ഓഫ് DNA ആൻഡ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആനിമൽ എന്തായത് മാറിയത്? ട്രാൻസ്ജനിക് ആനിമലായിട്ട് മാറിയത്. ആ ട്രാൻസ്ജനിക് ആനിമലിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ കൊടുത്ത DNA പോർഷൻ അല്ലെങ്കിൽ ജീൻ്റെ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് പ്രോഡക്റ്റ്? ഹ്യൂമൻ പ്രോട്ടീൻ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറഞ്ഞ എംഫൈസിമിനെ ട്രീറ്റ് ചെയ്യാനുള്ള ആ ഹ്യൂമൻ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതേ മെത്തഡോളജി അല്ലെങ്കിൽ ഇത് വേറെ ഇതിനും പർപ്പസ് യൂസ് ചെയ്യും. ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫീനൽ കീറ്റോനൂറിയ, അതുപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ്. സോ ഫീനൽ കീറ്റോനൂറിയ ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും നമ്മൾ ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ കൊണ്ട് ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സെയിം സ്ട്രാറ്റജി നമ്മൾ ഫീനൽ കീറ്റോനൂറിയ ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതുപോലെ 1997 ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേരാണ് റോസി. ആദ്യത്തെ ട്രാൻസ്ജനിക് കൗ റോസി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 1997 ട്രാൻസ്ജനിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കൊടുക്കുന്ന ഒരു DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അത് അല്ലെങ്കിൽ ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അനിമലിനെ നമ്മൾ ട്രാൻസ്ജനിക് അനിമൽ എന്ന് പറയുന്നത്. സോ ഈ ട്രാൻസ്ജനിക് അനിമൽ ആദ്യത്തെ ട്രാൻസ്ജനിക് കൗ ആണ് റോസി. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. അതിൻ്റെ പ്രത്യേകത ഹ്യൂമൻ പ്രോട്ടീൻ ഒരുപാടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഈ ട്രാൻസ്ജനിക് കൗ ആയ റോസിക്ക് ഉണ്ടായിരുന്നു. ആ ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്കിൻ്റെ ഒരു ഇത് പറയുന്നത് 2.4 grams per liter. ആ പ്രോട്ടീൻ്റെ ആ ഒരു എമൗണ്ട് 1 ലിറ്ററിൽ 2.4 grams ഉണ്ട്. സോ അത്രയും പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു മിൽക്ക്
അതേത് പ്രോട്ടീൻ? ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്ക് നമ്മൾ ഈ ട്രാൻസ്ജനിക് കൗ ആയ റോസിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ആ മിൽക്കിൻ്റെ പ്രത്യേകത ദാറ്റ് മിൽക്ക് കണ്ടെയ്ൻ ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ. ആ മിൽക്കിൻ്റെ പ്രത്യേകത ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ ഉണ്ട് ആ മിൽക്കിൽ. അത് ആ ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്നത് ന്യൂട്രീഷണലി മോർ ബാലൻസ്ഡ് പ്രോഡക്റ്റാണ്. ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ ന്യൂട്രീഷണലി ഒരുപാട് ബാലൻസ്ഡ് ആണ്. അത് വളരെയധികം നല്ലതാണ്. ആർക്ക്? ഹ്യൂമൻ ബേബീസ് ബെറ്റർ ആണ് ദാൻ നാച്ചുറൽ കൗ മിൽക്ക്. സോ സാധാരണ ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാലിനേക്കാളും മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യണ അതേ പാലിൻ്റെ അതേ പ്രോട്ടീൻ തന്നെ നമ്മൾ ഈ കൗവിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. സോ അതിന് തരത്തിലുള്ള ആ പോർഷൻ ഓഫ് DNA അല്ലെങ്കിൽ ജീനെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഹ്യൂമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ പ്രോട്ടീൻ ഈ കൗ പ്രൊഡ്യൂസ് ചെയ്യുന്നു, റോസി. അങ്ങനെയാണ് ആദ്യത്തെ ട്രാൻസ്ജനിക് കൗ ആയ റോസിനെ നമ്മൾ 1997 പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതിൽ ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്കായിരുന്നു ഈ ട്രാൻസ്ജനിക് കൗ ആയ റോസി പ്രൊഡ്യൂസ് ചെയ്തത്. 2.4 grams per liter ആയിരുന്നു അതിലെ പ്രോട്ടീൻ കണ്ടൻറ്റ്. അതുപോലെ ആ മിൽക്കിൽ ഉള്ള മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ ആണ്. ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ ന്യൂട്രീഷണലി ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക്. സോ ഹ്യൂമൻ ബേബീസിന് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മിൽക്ക് ദാൻ നാച്ചുറൽ കൗ മിൽക്ക്. പശുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന മിൽക്കിനേക്കാളും ഹ്യൂമൻസിൽ നിന്ന് തന്നെ കിട്ടുന്ന ഹ്യൂമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ മിൽക്ക് തന്നെ നമ്മുടെ ട്രാൻസ്ജനിക് കൗ റോസിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ ഇതുപോലത്തെ ബയോളജിക്കൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ ട്രാൻസ്ജനിക് അനിമൽസിനെ യൂസ് ചെയ്യുന്നതാണ്.